ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ശ്രീനിവാസൻ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് രഘുനാഥ് പാലേരിയാണ്. ജയറാം, ഇന്നസെന്റ്, ഉർവശി, സാരി എന്നിവരും ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീനിവാസൻ. ചിത്രത്തിൽ ആദ്യം നായകനായി തീരുമാനിച്ചത് മോഹൻലാലിനെ ആയിരുന്നുവെന്ന് ശ്രീനിവാസൻ പറയുന്നു. രഘുനാഥ് പലേരീസ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. പുള്ളി എന്നോട് അതിൽ അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ ശരിയെന്നും പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രഘുനാഥ് പല്ലേരി മാറിയിട്ട് സത്യൻ അന്തിക്കാട് ആ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ആ പടത്തിന്റെ പേര് പൊന്മുട്ടയിടുന്ന താറാവ് എന്നാണ്. അന്ന് രഘുനാഥ് പാലേരി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിലെ നായകനായി തീരുമാനിച്ചത് മോഹൻലാലിനെയാണ്. എന്റെ വേഷം മറ്റൊന്നായിരുന്നു. ജയറാം അഭിനയിച്ച വേഷം ദുബായിൽ നിന്നും വരുന്ന ആളുടെ വേഷമായിരുന്നു, ഉർവശിയെ കല്യാണം കഴിക്കുന്ന ആളായിട്ട്. എന്നാൽ സത്യൻ അന്തിക്കാട് ഇന്നസെന്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻലാലിന് ഹെവി വെയിറ്റ് ആണ്, അത് വേണ്ട. ആ വേഷം ശ്രീനിവാസനെ പോലുള്ള തല്ലിപ്പൊളികൾ ചെയ്താൽ മതിയെന്ന്. അങ്ങനെയാണ് ആ ചിത്രത്തിൽ ഞാൻ നായകനായി അഭിനയിക്കുന്നത്, ശ്രീനിവാസൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.